ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും നിങ്ങളുടെ +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫോക്കസ് ഏരിയ പാഠഭാഗങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കാണും എന്ന് വിശ്വസിക്കുന്നു. പഠനം തുടങ്ങാത്തവർ തുടങ്ങിക്കോളൂ. നിങ്ങളുടെ പഠനം എളുപ്പമാക്കാൻ കൂടെയുണ്ട് അറിയാം കോമേഴ്സ്. ബിസിനസ് സ്റ്റഡീസിൻ്റെ ആദ്യ ചാപ്റ്ററിൽ നിന്നും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയ പാഠഭാഗങ്ങളുടെ ആദ്യ പകുതി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി ടോപ്പിക്സ് പഠിക്കാം. ആദ്യ വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ അതുപോലെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം തുടർന്നുള്ള എല്ലാ ചാപ്റ്ററിൻ്റെയും ഫോക്കസ് ഏരിയ പാഠഭാഗങ്ങളും ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയ പാഠഭാഗങ്ങളുടെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള നോട്ട്സ് അറിയാം commerce.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഒന്നാമത്തെ ചാപ്റ്ററായ ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ നിന്നും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയ പാഠഭാഗങ്ങൾ: കൺസെപ്റ്റ് ഓഫ് ബിസിനസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ്സ് കാറ്റഗറീസ്, കോമേഴ്സ്, ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ്. ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയ അടുത്ത ടോപ്പിക്കാണ് കോമേഴ്സ് അഥവാ വാണിജ്യം. എന്താണ് കോമേഴ്സ് അഥവാ വാണിജ്യം? Commerce is the sum total of those activities which are engaged in the removal of hindrances of person, place and time in the exchange of commodities. Commerce includes trade and auxiliaries to trade or aids to trade. അതായത് സാധനങ്ങളുടെ കൈമാറ്റ പ്രക്രിയയിൽ ഉണ്ടാകുന്ന വ്യക്തിപരവും സ്ഥലപരവും സമയപരവുമായ തടസ്സങ്ങളെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ആകെത്തുകയാണ് വാണിജ്യം. വാണിജ്യത്തിൽ കച്ചവടം, അതുപോലെ തന്നെ കച്ചവടത്തെ സഹായിക്കുന്ന മറ്റ് പ്രവൃത്തികൾ എന്നിവ ഉൾപ്പെടുന്നു. കോമേഴ്സിൽ ട്രേഡും ട്രേഡിനെ സഹായിക്കുന്ന ഓക്സിലറീസ് ടു ട്രേഡും ഉൾപ്പെടുന്നു. അതിൽ ആദ്യത്തേതാണ് ട്രേഡ്, വ്യാപാരം അഥവാ കച്ചവടം. ട്രേഡ് അഥവാ വ്യാപാരം എന്താണെന്ന് നമുക്ക് വിശദമായി പഠിക്കാം. സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് വ്യാപാരം. ഉൽപ്പാദകനിൽ നിന്നും ഉപഭോക്താവിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വ്യാപാരം സഹായിക്കുന്നു. വ്യാപാരം വ്യക്തിപരമായ തടസ്സം നീക്കുന്നു. വ്യാപാരം അഥവാ ട്രേഡ് രണ്ട് തരത്തിലുണ്ട്: ഹോം ട്രേഡ് അഥവാ ആഭ്യന്തര വ്യാപാരം, ഫോറിൻ ട്രേഡ് അഥവാ വിദേശ വ്യാപാരം. നമുക്കിനി ഹോം ട്രേഡ് അഥവാ ആഭ്യന്തര വ്യാപാരം എന്താണെന്ന് നോക്കാം. ഒരു രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്കുള്ളിൽ നടക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലും വിൽപ്പനയുമാണ് ആഭ്യന്തര വ്യാപാരം. ഇതിനെ നമുക്ക് മൊത്ത വ്യാപാരം, ചില്ലറ വ്യാപാരം എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. ഹോം ട്രേഡിനെ ഇൻറ്റേർണൽ ട്രേഡ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ട്രേഡ് എന്നുകൂടി വിളിക്കാറുണ്ട്. ആദ്യം നമുക്ക് ഹോൾസെയിൽ ട്രേഡ് അഥവാ മൊത്ത വ്യാപാരം എന്താണെന്ന് നോക്കാം. ഉൽപ്പാദകരിൽ നിന്നും കൂടിയ അളവിൽ സാധനങ്ങൾ വാങ്ങുകയും പിന്നീട് അവ കുറഞ്ഞ അളവിൽ ചില്ലറ വ്യാപാരികൾക്ക് വിൽക്കുകയും ചെയ്യുന്നതാണ് മൊത്ത വ്യാപാരം. ഇനി നമുക്ക് റീറ്റെയിൽ ട്രേഡ് അഥവാ ചില്ലറ വ്യാപാരം എന്താണെന്ന് നോക്കാം. മൊത്ത വ്യാപാരികളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുകയും അവ വളരെ ചെറിയ അളവിൽ പിന്നീട് ഉപഭോക്താക്കൾക്ക് വിൽക്കുകയും ചെയ്യുന്നതാണ് ചില്ലറ വ്യാപാരം. അടുത്തതായി നമുക്ക് ഫോറിൻ ട്രേഡ്, എക്സ്റ്റേണൽ ട്രേഡ് ഓർ ഇൻ്റർനാഷണൽ ട്രേഡ് അതായത് വിദേശ വ്യാപാരം എന്താണെന്ന് നോക്കാം. വിദേശ വ്യാപാരത്തിൽ രണ്ടോ അതിലധികമോ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികളോ സ്ഥാപനങ്ങളോ തമ്മിൽ സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നു. വിദേശ വ്യാപാരത്തിൽ സാധനങ്ങളും സേവനങ്ങളും ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് നീക്കപ്പെടുന്നു. വിദേശ വ്യാപാരം 3 തരത്തിലുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഇമ്പോർട്ട് ട്രേഡ് അഥവാ ഇറക്കുമതി വ്യാപാരം. മറ്റൊരു രാജ്യത്തു നിന്നും സാധനങ്ങൾ വാങ്ങുന്നതാണ് ഇറക്കുമതി വ്യാപാരം. രണ്ടാമത്തേത് എക്സ്പോർട്ട് ട്രേഡ് അഥവാ കയറ്റുമതി വ്യാപാരം. മറ്റൊരു രാജ്യത്ത് സാധനങ്ങൾ വിൽക്കുന്നതാണ് കയറ്റുമതി വ്യാപാരം. മൂന്നാമത്തേത് എൻട്രി പോർട്ട് ട്രേഡ് അഥവാ എൻട്രി പോർട്ട് വ്യാപാരം. മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി വേറൊരു രാജ്യത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന തരത്തിലുള്ള ട്രേഡിനെയാണ് എൻട്രി പോർട്ട് ട്രേഡ് അഥവാ എൻട്രി പോർട്ട് വ്യാപാരം എന്ന് പറയുന്നത്. വാണിജ്യത്തിൽ ഉൾക്കൊള്ളുന്ന ട്രേഡിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓക്സിലറീസ് ടു ട്രേഡ്, കച്ചവട സഹായകങ്ങൾ അഥവാ വ്യാപാര അനുബന്ധ പ്രവർത്തനങ്ങൾ.
നമുക്കിനി ആക്സിലറീസ് ടു ട്രേഡ് അഥവാ വ്യാപാര അനുബന്ധ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റീസ് വിച്ച് ആർ മെൻറ്റ് ഫോർ അസിസ്റ്റിംഗ് ട്രേഡ് ആർ നോൺ ആസ് ആക്സിലറീസ് ടു ട്രേഡ്. These activities are generally referred to as services because these are in the nature of facilitating the activities relating to industry and trade. എന്ന് വെച്ചാൽ വ്യാപാരത്തെ സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളെയും നമുക്ക് വ്യാപാരത്തിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളായി കണക്കാക്കാം. സാധാരണയായി ഇത്തരം പ്രവർത്തനങ്ങൾ വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും വിവിധ തരം സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നവയാണ്. ഇനി നമുക്ക് ഓക്സിലറീസ് ടു ട്രേഡിൽ ഉൾപ്പെടുന്ന കച്ചവടത്തെ സഹായിക്കുന്ന വിവിധ തരത്തിലുള്ള സേവനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ ട്രാൻസ്പോർട്ടേഷൻ അഥവാ ഗതാഗതം. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ടു ദ പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദ ഫിനിഷ്ഡ് ഗുഡ്സ് ഫ്രം ഫാക്ടറീസ് ടു ദ പ്ലേസ് ഓഫ് കൺസംഷൻ. അതായത് അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദന കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിനും അതുപോലെ തന്നെ അന്തിമ ഉൽപ്പന്നങ്ങൾ ഉപഭോഗ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഗതാഗതം സഹായിക്കുന്നു. ഗതാഗതം സ്ഥലപരമായ തടസ്സം നീക്കം ചെയ്യാൻ ബിസിനസ്സിനെ സഹായിക്കുന്നു. സെക്കൻഡ് വൺ ഈസ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ബാങ്കിങ്ങും ധനകാര്യവും. ബിസിനസ് റിക്വയേഴ്സ് ഫണ്ട് ഫോർ അക്വയറിംഗ് അസറ്റ്സ്, പർച്ചേസിംഗ് റോ മെറ്റീരിയൽസ് ആൻഡ് മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസസ്. ബാങ്ക്സ് പ്രൊവൈഡ് ദ നെസസറി ഫണ്ട്സ് ടു ദ ബിസിനസ്. അതായത് ആസ്തികൾ, അസംസ്കൃത വസ്തുക്കൾ എന്നിവ വാങ്ങുന്നതിനും ദൈനംദിന ചെലവുകൾ നടത്തുന്നതിനും ബിസിനസ്സിന് പണം ആവശ്യമാണ്. ബാങ്കുകൾ ബിസിനസ്സിന് ആവശ്യമായ പണം നൽകുന്നു. ബാങ്കിങ് പണപരമായ തടസ്സം നീക്കം ചെയ്യാൻ ബിസിനസ് സ്ഥാപനങ്ങളെ സഹായിക്കുന്നു. വ്യാപാര അനുബന്ധ പ്രവർത്തനങ്ങളിൽ വരുന്ന മൂന്നാമത്തെ സേവനമാണ് ഇൻഷുറൻസ്. ഇൻ ബിസിനസ് ദർ ആർ മെനി റിസ്ക് ലൈക്ക് ഡിസ്ട്രക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ബൈ ഫയർ, ഫ്ലഡ്, എർത്ത് ആക്സിഡൻറ്റ് ടു എംപ്ലോയീസ് എക്സെട്ര. ഇൻഷുറൻസ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ഇൻ ഓൾ സച്ച് കേസസ്. അതായത് തീപിടുത്തം, വെള്ളപ്പൊക്കം, ഭൂകമ്പം എന്നിവ മൂലം ബിസിനസ്സിൽ നഷ്ടങ്ങൾ സംഭവിക്കാം. ഈ നഷ്ടസാധ്യതകൾക്കെതിരെ ഇൻഷുറൻസ് ബിസിനസ്സിന് സംരക്ഷണം നൽകുന്നു. അതുകൊണ്ട് ഇൻഷുറൻസ് നഷ്ടസാധ്യത എന്ന തടസ്സം നീക്കുന്നു എന്ന് നമുക്ക് പറയാം. അടുത്തത് വെയർഹൗസിംഗ് അഥവാ സംഭരണം. ഗുഡ്സ് ആർ നോട്ട് സോൾഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പ്രൊഡക്ഷൻ. ദേ ആർ ടു ബി സ്റ്റോർഡ് അണ്ടിൽ ദേ ആർ സോൾഡ്. വെയർഹൗസിംഗ് ഹെൽപ്സ് ദ ബിസിനസ് ടു ഓവർകം ദ പ്രോബ്ലം ഓഫ് സ്റ്റോറേജ്. എന്ന് വെച്ചാൽ ഉൽപ്പാദനം നടന്ന ഉടനെ തന്നെ സാധനങ്ങൾ വിൽക്കപ്പെടണമെന്നില്ല. അതുകൊണ്ട് വിൽക്കപ്പെടുന്നതുവരെ ഈ സാധനങ്ങൾ സംഭരിച്ചു വെക്കേണ്ടതുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കുവാൻ വെയർഹൗസ് ബിസിനസ്സിനെ സഹായിക്കുന്നു. വെയർഹൗസിംഗ് അഥവാ സംഭരണം സമയപരമായ തടസ്സം നീക്കുന്നു. ഓക്സിലറീസ് ടു ട്രേഡിൽ വരുന്ന അവസാനത്തെ സേവനമാണ് അഡ്വർടൈസിംഗ് അഥവാ പരസ്യം ചെയ്യൽ. It provides information about the available goods and services such as their price, uses, quality, etc. It induces customers to buy particular items. അതായത് വില, ഉപയോഗം, ഗുണനിലവാരം തുടങ്ങി ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നതിനും അവരെ സാധനങ്ങൾ വാങ്ങുവാൻ പ്രേരിപ്പിക്കുന്നതിനും പരസ്യം സഹായിക്കുന്നു. പരസ്യം എന്നത് അറിവുപരമായ തടസ്സം നീക്കം ചെയ്യാൻ ബിസിനസ് സ്ഥാപനങ്ങളെ സഹായിക്കുന്നു. ട്രേഡിനെ സഹായിക്കുന്ന ഓക്സിലറീസ് ടു ട്രേഡിൽ ഉൾപ്പെട്ട സേവനങ്ങൾ മറന്നുപോകാതെ ഓർമ്മയിൽ വെക്കാം. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ഇൻഷുറൻസ്, വെയർഹൗസിംഗ്, അഡ്വർടൈസിംഗ്. ബിസിനസ് പ്രവർത്തനങ്ങളുടെ ക്ലാസിഫിക്കേഷൻ കാണിക്കുന്ന രേഖാചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും വിവിധതരം ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ വിവിധതരം ട്രേഡുകൾ, ഓക്സിലറീസ് ടു ട്രേഡ് എന്നിവയൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. Dear students,
+1 ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയ പാഠഭാഗങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ പാഠഭാഗങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.